അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഒരുപക്ഷെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആഫ്റ്റർ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ വാട്ട് ഈസ് സപ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് സോൺ, അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് സോൺ. അതുപോലെ വാട്ട് ഈസ് ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സപ്പോർട്ട് എന്താണ്, അത് അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ് എന്താണ്, അതുപോലെ ബ്രേക്ക് ഡൗൺ സപ്പോർട്ട് റീടെസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ സപ്പോർട്ട്, സ്റ്റോക്ക് ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നല്ല നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹൗ ടു ഡ്രോ ആക്യുറേറ്റ് SR ലെവൽ, സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ വെൻ എക്സാക്ട്ലി ഷുഡ് യു ബൈ വെൻ പ്രൈസ് റീച്ചേഴ്സ് ഇൻ ടു സപ്പോർട്ട്. ഒരു സപ്പോർട്ടിലെത്തുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്ത് എങ്ങനെ ഒരു സ്റ്റോക്ക് നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ബൈ എൻട്രി എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ടു പ്രോഫിറ്റ് ഇൻ ബുൾ ആൻഡ് ബെയർ മാർക്കറ്റ്. തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജി മാത്രം മതി. അത്യാവശ്യം ഒരു 20 to 25% ഓരോ വർഷവും നമുക്ക് മിനിമം ഉണ്ടാക്കാൻ, മിനിമം പറഞ്ഞത്, അതായത് തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് എടുക്കുന്നവർ തീർച്ചയായിട്ടും തുടക്കക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മാർക്കറ്റിലെത്തിയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെ പോയിന്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കില്ല. എന്താണ് സപ്പോർട്ട്? നമുക്കറിയാം, ഒരു പന്ത് താഴോട്ടിട്ടാൽ അത് താഴെ ഒരു പോയിന്റിൽ വന്ന് തട്ടി നിൽക്കും അല്ലേ? നിങ്ങൾക്കറിയാം, എങ്കിലും ഞാനത് പെട്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പന്ത് ഇവിടുന്ന് തട്ടി മേളിലെത്തുന്നു, പിന്നെ താഴ്ച വരുന്നു, പിന്നെ മേളിൽ പോകുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിന് നമ്മൾ റെസിസ്റ്റൻസ് എന്നും, താഴെ അത് ബേസിൽ എവിടെയാണോ ഒരു സപ്പോർട്ട് എടുക്കുന്നത് അതിനെ നമ്മൾ സപ്പോർട്ട് എന്നും പറയും. അതിനെ ഫോർമുലായിട്ട് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ഈസ് ദ പ്രൈസ് ലെവൽ അറ്റ് വിച്ച് ദർ ഈസ് സഫിഷ്യൻറ്റ് ഡിമാൻഡ് ടു counteract selling pressure and prevent the asset from declining further. അതായത് ഒരു സെല്ലിംഗ് നടക്കുമ്പോഴാണ് ഒരു സ്റ്റോക്ക് താഴോട്ട് വീഴുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ സെല്ലിംഗ് നടക്കും. അവിടെ എത്തുമ്പോൾ സെല്ലേഴ്സ് കൂടും, ബയേഴ്സ് കുറയും. എന്നാൽ തിരിച്ച് വീണ്ടും ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ബയേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് വരും, അല്ലെങ്കിൽ അതൊരു വാല്യൂ ബൈ സോണിലാവും. കൂടുതൽ പേര് ബൈങ്ങിന് ഇൻട്രസ്റ്റ് കാണിക്കും, അങ്ങനെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വളരെ എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രഷർ കുറയും, ബൈയിങ് പ്രഷർ കൂടും. എന്നാൽ ഇവിടെയാണെങ്കിൽ ബൈയിങ് പ്രഷർ കുറയും, സെല്ലിംഗ് പ്രഷർ കൂടും. അതായത് കൂടുതൽ പേരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. റീറ്റെയിലേഴ്സ് ആയാലും, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനേക്കാളും കൂടുതൽ HNIs അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെയാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുന്നതും അതോടൊപ്പം സ്റ്റോക്ക് താഴെ പതിക്കുന്നതിനുള്ള കാരണവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കണ്ടിരിക്കുന്ന നിങ്ങൾ, ഇവിടെ ഒരു സപ്പോർട്ടാണ്, അത് കഴിഞ്ഞ് മേളിലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ സെല്ലേഴ്സ് വിറ്റ് അതിനെ താഴെ കൊണ്ടുവന്നു. അവിടെ ബയേഴ്സ് വന്നു വാങ്ങി, ഇത് വീണ്ടും മേളിലോട്ടെത്തി, വീണ്ടും സെല്ലേഴ്സ് വന്നു, അവിടെ സെല്ല് ചെയ്ത് വീണ്ടും സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഡൈനാമിക് സപ്പോർട്ട് എന്ന് പറയാം. കാരണം സപ്പോർട്ട് മാറി മാറി വരും. പല തരത്തിലുള്ള സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ വരും സ്ലൈഡ്സിൽ അത് അങ്ങനെയുള്ള സപ്പോർട്ട് പാറ്റേൺസ് ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പാറ്റേൺസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് നോക്കാം. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. എവിടെയാണോ ബയേഴ്സ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ സെല്ലേഴ്സ് കുറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എവിടെയാണോ ഒരു സപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതൊരു വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഐ മീൻ റെസിസ്റ്റൻസും സപ്പോർട്ടും കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് കൂടുന്നു, അല്ലെങ്കിൽ സെല്ലേഴ്സ് കുറയുന്നു. അവിടെ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് തിരിച്ചു കയറുന്നു, ഇങ്ങനെ വരുന്നു അല്ലേ? ആ ഒരു ഇതാണ്. നേരെ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു റെഡ് സോണിൽ സെല്ലേഴ്സ് കൂടുന്നു, അതുപോലെ തന്നെ ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറയുന്നു, കൂടുതൽ പേരും സെല്ലേഴ്സായി മാറുന്നു, അല്ലെങ്കിൽ ബൈ ചെയ്യാൻ ആളില്ലാതെ വരുന്നു. അവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു, സ്റ്റോക്ക് താഴെ പതിക്കുന്നു. റൈറ്റ്? അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം. അതിന് മുമ്പ് കുറച്ച് സ്ലൈഡ് കൂടി കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ച് തിയറി നോക്കാം. ഇൻ ട്രേഡിംഗ്, resistance refers to a price level where an asset such as a stock,
currency pair or commodity has historically tended to find sellers, preventing it from rising further. ഒരു റെസിസ്റ്റൻസ്, ഒരു എന്താ പറയുക, റെസിസ്റ്റൻസ് അല്ലേ, ആ റെസിസ്റ്റൻസിന് നമുക്ക് എന്താ പറയാൻ പറ്റുക, അതിന് ഒരു പ്രതിരോധം അല്ലേ, ആ പ്ലേസിൽ എത്തുമ്പോൾ സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുകയും ബയേഴ്സിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ദാറ്റ് കോസ് ദ പ്രൈസ് ടു പ്രിവെൻറ്റ് ഫ്രം റൈസിങ് ഫർദർ. പ്രൈസ് പിന്നെ മുകളിലോട്ട് പോകുന്നതിന് ഒരു തടയിടുന്നു, അല്ലെങ്കിൽ പ്രൈസ് താഴോട്ട് പതിക്കുന്നു, റൈറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് സപ്പോർട്ട്. നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് എന്ന് പറയുന്നത് എവിടെയാണോ ബയേഴ്സിന് ഇൻട്രസ്റ്റ് വരുന്നത്, ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ബയേഴ്സ് വരുന്നത്, ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് വരുന്നു. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസും ഇവിടെ സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുന്നു, റൈറ്റ്. സോ resistance is the opposite of support. Traders often use technical analysis to find out support and resistance levels on charts. തീർച്ചയായിട്ടും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാറുണ്ട്, RSI ഉപയോഗിക്കാറുണ്ട്, ഓൺ ബാലൻസ് വോളിയം ഉപയോഗിക്കാറുണ്ട്, പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായിട്ടും വരും ചാപ്റ്ററുകളിൽ നമ്മൾ എങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും വിത്ത് ടെക്നിക്കൽ അനാലിസിസിലൂടെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ദീസ് ലെവൽസ് ആർ ഓഫൺ മാർക്ക്ഡ് ബൈ ഹോറിസോണ്ടൽ ലൈൻസ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഒരു ഹോറിസോണ്ടൽ ലൈൻ വഴിയാണ് നമ്മൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത്. എന്നാൽ അതിൽ വേറൊരു ടൈപ്പ് സപ്പോർട്ടുണ്ട്. അപ് ട്രെൻഡ് സ്റ്റോക്കിൽ ഒരു റീട്രേസ്മെൻറ്റ് വരുമ്പോൾ അതൊരു ഡൈനാമിക് സപ്പോർട്ട് വരും, അല്ലെങ്കിൽ ഡൈനാമിക് സപ്പോർട്ട് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് വരും. അത് മാറി മാറി വരും. രണ്ടും പലതരത്തിലുണ്ട്. എന്നാൽ സാധാരണ കേസിൽ നമ്മളെപ്പോഴും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ, ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ്. എനിവേ പലതരത്തിൽ ഇതുണ്ട്. നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുന്തോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. എനിവേ these levels are often marked by horizontal lines, and they can be identified by looking at the past price movements and identifying where the asset has bounced back up in the past. അതായത് ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് അസറ്റ് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 1-2 ചാർട്ടുകൾ നോക്കാം. അതിനു മുമ്പ് നമുക്ക് കഴിവതും തിയറി കുറച്ചുകൂടെ ഓടിച്ചു പോവാം. ഓക്കെ, ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ അതൊരു ഈ ഒരു ഏരിയയിൽ അതൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അല്ലേ. ഇതിനെയാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയതിന് ശേഷം തിരിച്ച് ബൗൺസ് ചെയ്യും, വീണ്ടും ഒരു പർട്ടിക്കുലർ അതേ ലെവലിനടുത്തോ അല്ലെങ്കിൽ അതിനടുത്തൊക്കെ എത്തും, റൈറ്റ്. അതായത് 2 പോയിന്റുകൾ നമുക്കൊരു ചാർട്ടിൽ 2 പോയിന്റിൽ വന്നിട്ട് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് എന്ന കാറ്റഗറിയിൽ പെടുത്താം, റൈറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ടാവും ഈ ഒരു പോയിന്റ്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് ഏകദേശം 380-390 എത്തിയപ്പോൾ ഇവിടെ 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്കറിയാം ഒരു 390 അല്ലെങ്കിൽ 395 റേഞ്ചിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കും. അത് തന്നെ തീർച്ചയായിട്ടും വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തു, റൈറ്റ്. അപ്പോൾ ഇതിനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കതിനെ ഒരു ഹോറിസോണ്ടൽ ലൈൻ വഴി യോജിപ്പിക്കാം. അത് വളരെ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് എവിടെ എത്തുമ്പോഴാണ് താഴോട്ട് വരുന്നത്, ഇവിടെ എത്തുമ്പോൾ താഴോട്ട് വന്നു, ഇവിടെ എത്തുമ്പോൾ താഴോട്ട് വന്നു, ഇവിടെ എത്തുമ്പോൾ താഴോട്ട് പോകുന്നു, ഇവിടെ എത്തുമ്പോൾ അത് താഴോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് പറയുന്നത് ബയേഴ്സ് കൂടുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ബയേഴ്സ് എൻട്രി എടുക്കുന്നതാണ് ഏരിയയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഒരു ഹോറിസോണ്ടൽ ലൈൻ വഴി കണക്ട് ചെയ്യാൻ പറ്റും. 2 അതിലധികം പോയിന്റ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അത് നമ്മുടെ അടുത്ത എൻട്രികളിൽ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് ഇത്തിരി സ്പീഡിൽ പോവുകയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്താൽ, അത്യാവശ്യം ട്രെൻഡിങ് സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം അത് സപ്പോർട്ട് എടുക്കുന്നത് പ്രീവിയസ് റെസിസ്റ്റൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് സ്റ്റോക്ക് എ എന്ന് വയ്ക്കുക. അപ്പോൾ സ്റ്റോക്ക് എ ആദ്യം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് തിരിച്ച് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്തു. അത് വീണ്ടും എന്നിട്ടൊരു കറക്ഷൻ വരുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ഈ സ്റ്റോക്കിൻ്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഒരു ട്രെൻഡിങ് സ്റ്റോക്കുകളുടെ കാര്യത്തിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്.
മറ്റ് സ്റ്റോക്കുകൾ എന്താ പറയുക, നമ്മൾ ഒരു പാരലൽ രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ടാറ്റ മോട്ടോഴ്സൊക്കെ കുറച്ച് കാലം കൊണ്ട് 380, 480 അല്ലെങ്കിൽ 390 അല്ലെങ്കിൽ 460 ആ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ അത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നു, സപ്പോർട്ടിൽ നിന്നും ഒന്ന് കുതിക്കുന്നു, അവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പുതിയ ഉയരങ്ങളിലോട്ട് പോകുന്നു. എന്നാൽ വീണ്ടും ഒരു കറക്ഷൻ വരുന്നു. അത് പഴയ സപ്പോർട്ടിലെത്തത്തില്ല. അതിനു പകരം തൊട്ട് മുന്നത്തെ അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസിനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നു. അത്തരം സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. അത് തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകളുടെ ഗ്രോത്തും അതുപോലെ തന്നെ അവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്തരം സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതും അതിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതും. ഓക്കെ, ഇനി അടുത്തുള്ളത് ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസിലെത്തി, അത് കുറച്ച് ദിവസം അങ്ങനെ ഓടും. റെസിസ്റ്റൻസിൽ കുറച്ച് ദിവസം അങ്ങനെ നിന്നിട്ട് പെട്ടെന്നൊരു നല്ലൊരു ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റോ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭയങ്കരമായിട്ടുള്ള വോളിയം വരും. അതോടൊപ്പം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ആ സ്റ്റോക്ക് മേളിലോട്ട് പോകും. റൈറ്റ്, അത് മേളിലോട്ട് പോയതിന് ശേഷം തിരിച്ച് വീണ്ടും അതേ റെസിസ്റ്റൻസിൽ വരും. അവിടെ സപ്പോർട്ടായിട്ട് എടുക്കും. നമ്മൾ പഠിച്ചു പ്രീവിയസ് റെസിസ്റ്റൻസ് വുഡ് ബി ആക്ടിങ് ആസ് എ സപ്പോർട്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ആദ്യം ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, അത് കുറച്ചു കാലം ആ ഒരു റെസിസ്റ്റൻസിലടുത്തും തട്ടി താഴോട്ട് വരും. പിന്നെ ഒരു ദിവസം നല്ല വോളിയത്തോടെ മേളിലോട്ട് പോകും. ചില കേസിൽ ഇവിടെ എത്തിയിട്ട് നേരെ ഇങ്ങനെ പോയേക്കാം. പക്ഷേ കൂടുതൽ കേസിലും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഇവിടെ ഒരൊറ്റ ക്യാൻഡിലായിരിക്കും ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ആയിട്ട് വരുന്നത്. നമ്മൾ സാധാരണ ആ ക്യാൻഡിലിൻ്റെ താഴെയായിരിക്കും നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത് റൈഡ് ചെയ്യും. അപ്പോൾ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ മിഡിൽ വരെ ഒരു റീട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വന്നിട്ട് പിന്നെ അത് മേലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതലും. അത് നമ്മൾ ചാർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കി പറയാം. ഒരു സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റെസിസ്റ്റൻസിനെ സപ്പോർട്ടാക്കി വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെനെവർ എ സ്റ്റോക്ക് ക്രോസസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇറ്റ് യൂസ് ടു ഹാവ് എ റീടെസ്റ്റ്. ഓക്കെ, അതായത് ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസിൽ ഒരു റീടെസ്റ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം തിരിച്ച് വീണ്ടും ബൗൺസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ റീടെസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസിൽ ഒരു റീടെസ്റ്റ് വരും, പിന്നെ വീണ്ടും അത് ബൗൺസ് ചെയ്യും. അതിനാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ JSW സ്റ്റീൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ അത്യാവശ്യം ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഓക്കെ, എനിവേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്കറിയാം, ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ എടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ആ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഇവിടെ ഒരു ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വരച്ചാൽ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിരുന്നു. കാരണം ഈ ഒരു 3 റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം ഇയാൾ മേളിലോട്ട് പോയതിന് ശേഷം തിരിച്ച് വീണ്ടും ആ ഒരു ഏരിയയിലൊന്ന് റീടെസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് തിരിച്ച് മേളിലോട്ട് പോയത്. കണ്ടോ, അല്ലെങ്കിൽ താഴോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ വന്നു, അത് മേലോട്ട് ബ്രേക്ക് ഔട്ടായി. എന്നാൽ അത് തിരിച്ച് വീണ്ടും അതേ റെസിസ്റ്റൻസിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മളിവിടെ എന്താ പറയുക, ബ്രേക്ക് ഔട്ട് നമ്മളിതിൻ്റെ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടായി, തിരിച്ച് റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തു. അതാണ് നമ്മളിവിടെ ഒരു ലൈവ് എക്സാമ്പിളിലൂടെ കണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക.
സാധാരണ കഴിവതും നമ്മൾ താഴെ എന്താ പറയുക ഒരു സപ്പോർട്ട് സോണിൽ അല്ലെങ്കിൽ സപ്പോർട്ടിൽ മാത്രം എൻട്രി എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് എന്ന് പറയുന്നത് 1-2 പോയിന്റുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഹോറിസോണ്ടൽ ലൈനായിരിക്കും. സോൺ എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിലിപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ മനസ്സിലാക്കുക. അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് സ്കാനേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്ക്രീനേഴ്സ് ഉണ്ട്, ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഒരു 3 റെസിസ്റ്റൻസുകൾ അത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അത് ഒരു റീടെസ്റ്റ് എടുത്തു, തിരിച്ചു പോയി. ഓക്കെ, ഇനി എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് താഴെ അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതിന് അടുത്തായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. തീർച്ചയായിട്ടും അത് നമ്മുടെ ഷോർട്ട് ടേം ആണോ അല്ലെങ്കിൽ സ്വിംഗ് ആണോ അല്ലെങ്കിൽ ലോങ് ടേം എൻട്രി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെ പരിഗണിച്ചു കൂടെയായിരിക്കും. അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്നൊരു ക്രാഷ് വരികയാണ്, പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ സാധാരണ നമ്മൾ ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡലിന് താഴെയായിട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അപ്പോൾ 10 ഒരു 8 പ്രാവശ്യം നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, എപ്പോഴാണോ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. വെനെവർ എ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഹാപ്പൻസ് there could be some retest, but the retest should happen at the middle of the breakout candle. ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ മിഡിലിൽ വെച്ചിട്ട് റീടെസ്റ്റ് ചെയ്യും. ഈ കേസിൽ ആ മിഡിലിൽ പോലും വന്നിട്ടില്ല, കാരണം ഏകദേശം ഇവിടെ വരെ വന്നിട്ടുള്ളൂ അല്ലേ. ഏകദേശം മിഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അത് വീണ്ടും ബൗൺസ് ചെയ്തു. ഇവിടെ മുതൽ നമുക്കിപ്പോൾ ഇവിടെ എൻട്രി എടുത്താൽ പോലും ആൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഇതുവരെ കിട്ടി, കാരണം സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഏകദേശം ഇത് എത്രയാണ്, ഇത് വന്നിട്ട് ഏകദേശം ഇവിടെ ക്യാൻഡിൽ ഇത് വന്നിട്ട് ഏകദേശം 702, അത് ഏകദേശം 782 പോയി അല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മളിവിടെ എന്താ പറയുക, അടുത്ത സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി മുകളിലോട്ട് മാറ്റി വെക്കുക. അതെപ്പോഴാണ് ഏകദേശം ഇവിടെ വെച്ച് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയേക്കാം, എന്നാലും നമ്മൾ അവിടെ ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഇവിടുന്ന് ഏകദേശം 702 മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 77 അല്ലെങ്കിൽ ഒരു 750 റുപ്പീസിൻ്റെയൊക്കെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ബാക്കി കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യാനായിട്ട് റിസൾട്ടും അതുപോലെ തന്നെ അതിൻ്റെ സെക്ടർ ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കുക. എനിവേ നമ്മൾ അതൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാത്രമേ ഇപ്പോൾ ഇവിടെ നോക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് റിലയൻസിൻ്റെ ഒരു ചാർട്ട് നോക്കാം. അപ്പോൾ റിലയൻസിൻ്റെ ചാർട്ട് നോക്കിയാൽ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഏരിയയിൽ അതൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ഏരിയയിൽ അത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കാം ഇവിടെ, റൈറ്റ്. ഇനി ഒരു സപ്പോർട്ട് സോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ വരെ നോക്കാം, കാരണം ഇതുവരെ വന്നതിന് ശേഷം, അതായത് ഏകദേശം ഇത് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീലിൻ്റെ കേസിൽ ഏകദേശം എത്രയാണ്, ഏകദേശം 95 to 102 അല്ലേ, ഒരു 7 രൂപയുടെ വ്യത്യാസമുള്ളൂ. ആ ഒരു സോണിൽ, ഒരു 7-8 രൂപയുടെ ആ ഒരു സോണിൽ നമുക്കൊരു ബൈയിങ് പവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ബയേഴ്സ് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഒരു സ്റ്റോക്ക് എടുക്കുക, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് എടുക്കണം. ഏതെങ്കിലും തരികിട സ്റ്റോക്കിലൊന്നും കൊണ്ട് തല വയ്ക്കരുത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എടുക്കുക. അതിൻ്റെ ഏതൊക്കെ പോയിന്റിലാണോ സ്റ്റോക്ക് റീബൗൺസ് ചെയ്യുന്നത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അത് ബൗൺസ് ചെയ്ത് പോയി, ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോയി, എന്നാൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോയി, ഇവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. എന്തായാലും ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ, അതായത് ആ ഒരു ഏരിയയ്ക്കുള്ളിൽ നല്ലൊരു ബയേഴ്സ് വരുന്നതായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബൈയിങ് പവർ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു പോയിന്റ് നമ്മൾ സപ്പോർട്ടെന്നും, എന്നാൽ ഇത് മുതൽ ഇതുവരെ ഒരു സപ്പോർട്ട് സോണെന്നും പറയും, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് എവിടെയാണ്? ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും അല്ലേ. ഏകദേശം ഒരു 110, അല്ലെങ്കിൽ ഇവിടെ ഏകദേശം ഇവിടെ ഏകദേശം 102-ൽ നിന്നും 107 കുറച്ചുകൂടെ ആണെങ്കിൽ 112. എന്നാൽ അത്യാവശ്യം മികച്ച ഒരു റെസിസ്റ്റൻസ് പറയുന്നത് ഏകദേശം നമുക്കിവിടെ വരച്ച് നോക്കാം. ഞാനത് ക്ലിയർ ചെയ്യാം.
ഇവിടെ നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഒരു ചെറിയൊരു സിംഗിലൂടെയോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലൂടെയോ നമുക്കിവിടെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും കമ്പനി സ്ട്രോങ് ആണ്. ഇതിൻ്റെ റിസൾട്ട് കൂടെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും ഇത്തരം ഒരു എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് പാസ്റ്റ് ചാർട്ടല്ല പറയുന്നത്. ഇന്ന് ഡേറ്റ് എത്രയാണ്? ഇന്ന് 11 ഏപ്രിൽ 2023 അപ്പോൾ ഇതിലിപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സപ്പോർട്ട് എടുക്കുകയാണ്. ഇനി ഇവിടെ ആയിരുന്നാലും പ്രശ്നമല്ല, കാരണം നല്ലൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ്. എന്നാൽ ഇവിടെ തെറ്റില്ലാത്തൊരു എൻട്രി കിട്ടുന്നുണ്ട് നമുക്ക്. 105 107 ഓക്കെയാണ്. ഒരു ഏകദേശം 120 അല്ലെങ്കിൽ 125 റേഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാവുന്നേ ഉള്ളൂ. റൈറ്റ്, അപ്പോൾ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ചാർട്ട്, റിലയൻസിൻ്റെ ഒരു ചാർട്ട് നോക്കാം. ഓക്കെ, ഓൺ സെക്. റിലയൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, നമുക്കൊരു കാര്യം ഏഷ്യൻ പെയിൻറ് നോക്കാം. ഏഷ്യൻ പെയിൻറ്റിൻ്റെ സപ്പോർട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏകദേശം ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ നീട്ടി വരയ്ക്കാം, കാരണം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അതൊരു എപ്പോഴും ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. റൈറ്റ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അതിനൊരു സപ്പോർട്ട് സോണായിട്ട് വരയ്ക്കാം. ചിലപ്പോൾ ആ ഒരു എൻട്രി കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഒരു പോയിന്റിൽ, അതുപോലെ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ, ഈ പോയിന്റ്, അതായത് ഇതൊരു സോണാണ്. ഇതൊരു സപ്പോർട്ട് സോണായിട്ട് എടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വിങ്ങിന് നമ്മൾ ഷോർട്ട് ചെയ്യാറില്ല, കാരണം ഫ്യൂച്ചേഴ്സൊക്കെ ഷോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. പക്ഷേ അത് റിസ്ക്കിയാണ്. സാധാരണ സ്വിംഗ് ട്രേഡേഴ്സ് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് സോണിൽ എൻട്രി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് എത്തുമ്പോൾ അവരൊന്ന് ബുക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2750 എൻട്രി എടുത്താൽ പോലും നമുക്കൊരു 2950 നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, 2900 റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ അതിനുശേഷം ഇവിടെയും ഒരു റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ചൊക്കെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇവിടം വരെ റൈഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. കുറച്ച് പ്രോഫിറ്റ് ആകുമ്പോൾ കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആക്കിയിട്ട് റൈഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. റൈറ്റ്, അപ്പോൾ തീർച്ചയായിട്ടും 2750 നിന്നും 2689 ആണ് ഇവിടെ, അല്ലെങ്കിൽ 2670 സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 3000 മേളിൽ പ്രോഫിറ്റ് ഇവിടെ വിൻ ചെയ്യാനും പറ്റും. അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റീടെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. JSW സ്റ്റീലിൻ്റെ കേസിൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞു, ഇവിടെ ഒരു ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പിന്നെ റീടെസ്റ്റ് ചെയ്തു, പിന്നെ അത് മേളിലോട്ട് പോയി. അതുപോലെ റിലയൻസിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ എന്താ പറയുക, ഏഷ്യൻ പെയിൻസിൻ്റെ കേസിലായാലും ഈ ഒരു ഏരിയയിൽ വന്നിട്ട് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ബയേഴ്സ് കൂടുതൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് സ്റ്റോക്ക് ഒരു എന്താ പറയുക, ഒരു ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതിനാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ കൂടുതൽ എൻട്രി എടുക്കുന്നത്. വളരെ വാല്യൂ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം ഈ ഒരു 2700 ആ റേഞ്ചിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു നല്ല റേഞ്ചാണ്. ബാക്കി റിസൾട്ടൊക്കെ ഓക്കെയാണ് എങ്കിൽ, ഇപ്പോൾ റിലയൻസിൻ്റെ കേസിൽ ഈ ഒരു കഴിഞ്ഞ ഡിസംബർ 2022 റിസൾട്ട് ഇത്തിരി ഡിപ്പായിരുന്നു. അതാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ ഇടിഞ്ഞു പോരാൻ കാരണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു എൻട്രി എടുക്കുന്നതിനേക്കാൾ ഇവിടെ വരെ വന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഏപ്രിലിൽ റിസൾട്ട് ഔട്ടാവും. അത് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ച് കിട്ടുകയാണെങ്കിൽ എടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ റിലയൻസിൻ്റെ ലേറ്റസ്റ്റ് റിസൾട്ട് ഇത്തിരി ഡിപ്പാണ്. കാരണം ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 2,36,377 നിന്നും 2,023,739 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് 31 പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് 31,000 35 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും 13.41 നിന്നും 15.98 ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ റവന്യൂവിൽ ചെറിയൊരു ഡിപ്പ് വന്നു. അതുകൊണ്ടായിരിക്കണം സ്റ്റോക്ക് ഇത്ര താഴോട്ട് വരാൻ കാരണം. നല്ല റവന്യൂ കൂടുന്നതായിരിക്കണം കുറച്ചുകൂടെ നല്ലത്.
അപ്പോൾ എന്തായാലും അടുത്ത റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സേഫ് അല്ല, കാരണം റിസൾട്ട് റവന്യൂ ഇത്തിരി ഡിപ്പാണ്. അടുത്ത റിസൾട്ടിൽ റവന്യൂവും പ്രോഫിറ്റും കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ച് വന്നാൽ, അപ്പോൾ ഞാനത് എന്താ പറയുക, ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസും കൂടി മിക്സ് ചെയ്ത് പറയുകയാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള എൻട്രിയിൽ. ഞാൻ പേഴ്സണലി ഈ ഒരു കാരണം ഈ റവന്യൂവും പ്രോഫിറ്റിലൊക്കെ ചെറിയൊരു ഡിപ്പ് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു എൻട്രിയിൽ എടുക്കത്തില്ല. കാരണം അടുത്ത റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യും. നല്ല റിസൾട്ട് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് മേളിലാണെങ്കിൽ പോലും എൻട്രി എടുക്കുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് ഒരു 3 മാസത്തെ സമയം കിട്ടും ഈ റിസൾട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ആ റിസൾട്ടിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 months അവിടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ മാത്രം അതിൻ്റെ ഒരു സപ്പോർട്ടിൽ എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് നോക്കാം. അവിടെ ഓക്കെ, നല്ലൊരു സപ്പോർട്ട് പറയാൻ പറ്റിയൊരു കമ്പനിയാണ്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് റെക്റ്റാങ്കിൾ, ഈ ഒരു ഏരിയ അത്യാവശ്യം മികച്ച സപ്പോർട്ടുള്ളൊരു ഇതാണ്, ഏരിയ സോണാണ്. അതായത് 390 to 370, 370 to 390, ഈവൻ 400 ആയപ്പോലും നല്ലൊരു ഇതാണ്. കാരണം ഇവിടെ എത്തുമ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, ബൗൺസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ടും ഇതിനെ നമുക്ക് സപ്പോർട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിക് സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു ചാർട്ട്. അപ്പോൾ ഞാൻ എല്ലാ ചാർട്ടിലോട്ടും പോകുന്നില്ല. സാധാരണ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഈ പറയുന്ന പോലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്, റീടെസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി സ്ലൈഡ്സ് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട്, റെസിസ്റ്റൻസ് ആൻഡ് റീടെസ്റ്റ് ലൈവ് ചാർട്ട് കണ്ടു. അടുത്ത് നമുക്ക് ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെ റീടെസ്റ്റ്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയാലും അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ആയാലും, സപ്പോർട്ട് ക്രോസ് ചെയ്താലും അതിനെ ബ്രേക്ക് ഔട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കൂടുതൽ പേരും പറയുന്നത് ബ്രേക്ക് ഡൗൺ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. എന്തായാലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ ബ്രേക്ക് ഡൗൺ എന്നോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടോ എന്നോ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കേസിൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, ഓപ്ഷൻസ് PE വാങ്ങുന്നവരും അല്ലെങ്കിൽ കോൾ സെല് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുന്നവർക്കൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. ഇവിടെ നോക്കുക, നമ്മുടെ സപ്പോർട്ട്, ഒരു സ്റ്റോക്ക് സപ്പോർട്ട് നിന്നു, അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് പല പ്രാവശ്യം സപ്പോർട്ടിൽ വരികയാണെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക. കാരണം അതൊന്ന് ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എനിവേ, അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈനാണ്. അപ്പോൾ സ്റ്റോക്ക് ഇവിടെ വന്നതിന് ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, എന്നാൽ അടുത്ത് വീണ്ടും താഴോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്തു. ഇതിനെയാണ് ബ്രേക്ക് ഡൗൺ സപ്പോർട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് പ്ലസ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ ഇത് ബ്രേക്ക് ഡൗൺ സപ്പോർട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് പ്ലസ് റീടെസ്റ്റ് ആണ്. ഓക്കെ, അതായത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ ഒരു ലൈൻ, അതായത് സപ്പോർട്ട് ലൈൻ വന്നൊന്ന് കിസ് ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ട് പോകും. അതിനാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു ലൈൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ സാധാരണ ഒന്ന് റീടെസ്റ്റ് വരും. അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ ചിലർ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ PE എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കോള് റൈറ്റ് ചെയ്യാറുണ്ട്. എനിവേ, നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. തൽക്കാലം സ്വിങ്ങിന് നമ്മൾ സപ്പോർട്ടിൽ നിന്ന് മേലോട്ട് എടുക്കുമ്പോൾ, കയറുമ്പോൾ വിത്ത് ഗുഡ് വോളിയം ആൻഡ് വിത്ത് അതർ എന്താ പറയുക ഫാക്ടേഴ്സ് നമ്മൾ എൻട്രി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബൈയിങ് പോസിബിലിറ്റി മാത്രം നോക്കുക തൽക്കാലം. ഇത് എന്താ പറയുക, നിങ്ങൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ കോൾ റൈറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് തിരിച്ച് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എൻട്രി അതനുസരിച്ച് എടുക്കാവുന്നതാണ്. എനിവേ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് പ്ലസ് റീടെസ്റ്റും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് പ്ലസ് റീടെസ്റ്റും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്താണെന്ന് പഠിച്ചു. തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ പറയുക, ആ റേഞ്ചിനെയാണ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ല, ആ ഒരു സോൺ, ആ ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് സോൺ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് നമ്മൾ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്.
ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പഠിച്ചു. റെസിസ്റ്റൻസ് ബ്രേക്ക് എന്താ പറയുക, ബ്രേക്ക് ഔട്ടിന് ശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്യും, തിരിച്ച് മേലോട്ട് പോകും. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സപ്പോർട്ടും ബ്രേക്ക് ഡൗൺ സപ്പോർട്ട് റീടെസ്റ്റ് നമ്മൾ പഠിച്ചു. സാധാരണ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്നും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ എന്നും പറയും. അത് കൺഫ്യൂസ് ആവരുത്. ടെക്നിക്കലി രണ്ട് വേർഡും കറക്റ്റാണ്. ജസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നതേ ഉള്ളൂ, താഴോട്ട് മേലോട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ താഴോട്ട് വരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ എന്നും മേലോട്ട് പോകുമ്പോൾ ബ്രേക്ക് ഔട്ട് എന്നും പറയാറുണ്ട്. എനിവേ, അതുപോലെ സപ്പോർട്ട്, സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മൾ റിലയൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് കൂടെ നോക്കി. അതിൻ്റെ റവന്യൂ കുറവായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പ് ഉണ്ടായിരുന്നു പ്രോഫിറ്റിൽ. അതുകൊണ്ട് നമ്മൾ അവിടെ എൻട്രി എടുക്കാൻ തോന്നിയില്ല. പക്ഷേ ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിൽ നമുക്കൊരു ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. സെയിൽസ് കൂടുന്നുണ്ട്, റവന്യൂ കൂടുന്നുണ്ട്, ഡെപ്റ്റ് കുറയുന്നുണ്ട്. അവിടെ നമ്മളൊരു എൻട്രി പരിഗണിച്ചു. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലും നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽസ് കൂടെ വെച്ചിട്ട് ഒരു മാർക്കറ്റ് കോൺഫിഡൻസ് നമ്മളവിടെ കണ്ടെത്തി. അങ്ങനെ ഒരു എൻട്രി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്തു. എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതാണ് ഇവിടെ സപ്പോർട്ട്, സ്റ്റോക്ക് ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽ അനാലിസിസ്. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോക്കിൽ എൻട്രി എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഹൗ ടു ഡ്രോ ആക്യുറേറ്റ് സപ്പോർട്ട് ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞു. സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ മനസ്സിലാക്കിയിരിക്കുക. ഒരു സപ്പോർട്ട് പോയിന്റിനെ കാണും, ആ സോൺ ബേസ് ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിനുള്ള ചാൻസ് വളരെ കുറയും. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോയും കൂടുതലായിരിക്കും. വെൻ എക്സാക്ട്ലി ഷുഡ് യു ബൈ വെൻ പ്രൈസ് റീച്ചസ് ഇറ്റ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ 2-3 പോയിന്റ് കണക്ട് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും, വോളിയം നോക്കും. ഈ ടെക്നിക്കൽ അനാലിസിസും സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കും. നമ്മൾ ലൈവായിട്ട് കണ്ടു എങ്ങനെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ 1-2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ടു പ്രോഫിറ്റ് ഇൻ ബുൾ ആൻഡ് ബെയർ മാർക്കറ്റ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സ്വിംഗ് സ്ട്രാറ്റജികളിൽ ഒന്നാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാറില്ല. ഇത് മാത്രം മതി നല്ല നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ട്രേഡ് ഫോർ ലിവിങ് ടെലിഗ്രാം ചാനൽ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഏകദേശം 15 പ്രാവശ്യമെങ്കിലും, ഒരുപക്ഷെ അതിന് കൂടുതൽ നമ്മൾ സ്വിങ് ചെയ്തിട്ടുണ്ട്. ഒരു 400 അല്ലെങ്കിൽ 390 അല്ലെങ്കിൽ 380 ആ ലെവലിൽ ഒരു എൻട്രി എടുക്കുന്നു. ഒരു 440 അല്ലെങ്കിൽ ഒരു 490 ലെവലിൽ എക്സിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു 5-10% കിട്ടും. സോ ഇങ്ങനെ അത് മതി. ഷോർട്ട് ടൈമിനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 520 വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പിക്കുകൾ നമ്മൾ പറയാറുണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റലും ടെക്നിക്കൽസും കമ്പൈൻ ചെയ്തിട്ടുള്ള എൻട്രികളാണത്. അതുപോലെ ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിൽ നിൽക്കുവാണ്. തീർച്ചയായിട്ടും ഒരു 400 അല്ലെങ്കിൽ 410 വന്നാൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്കിവിടെ എൻട്രി പോസിബിളാണ്. റിലയൻസിൻ്റെ കേസിൽ റിസൾട്ട് മോശമാണ്. റിസൾട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു റിലയൻസിനും ആ ഒരു 2500 അല്ലെങ്കിൽ 2600 റേഞ്ച് നമുക്കൊരു എൻട്രി എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ സ്റ്റീലും ഒരു അത്യാവശ്യം മികച്ച സപ്പോർട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ടാറ്റ പവർ, ഞാൻ ടാറ്റയുടെ ഒരു ആരാധകനാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ടാറ്റ സ്റ്റോക്കുകൾ പറയുന്നത്. ടാറ്റ പവർ ഓക്കെ. ടാറ്റ പവറിൻ്റെ കേസിൽ നോക്കാം. വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ ഏകദേശം ഈ ഒരു പോയിന്റിൽ കണ്ടോ, ഈ ഒരു പോയിന്റിൽ നല്ലൊരു സപ്പോർട്ടാണ്. ഇനി ഒരു സോൺ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. ഈ ഒരു റേഞ്ചിൽ ഏകദേശം 188 നിന്നും ഇപ്പോൾ 197 ആണ്. തീർച്ചയായിട്ടും അതൊരു 212 വരെ പോകും. നമുക്ക് വേണമെങ്കിൽ അതും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് അത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. മൂന്നാമത്തെ റെസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇവിടെയും ഒരു 6 കൊടുക്കുന്നു, 6 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലെവൽ, അതായത് ഒരു 190 to 189, ഓക്കെ, 190 to 200 ഒരു സപ്പോർട്ടായിട്ട് എടുക്കുക. അതിനുശേഷം ഒരു 215 അല്ലെങ്കിൽ 214 റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം വീണ്ടും റൈഡ് ചെയ്യുകയാണെങ്കിൽ 230 വരെ പോവാം. അതിനുശേഷം നമുക്കൊരു 240 250 വരെ റെസിസ്റ്റൻസ് അവിടെ ഒരു റൈഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്റ്റോക്കാണ്. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് പോകണമെന്നില്ല. ഒരുപക്ഷെ അതൊരു ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഒക്കെ ചിലപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സ്വിങ്ങിനാണെങ്കിൽ ഇവിടെ എടുത്തതിന് ശേഷം, ഈ ഒരു റേഞ്ചിൽ എടുത്തതിന് ശേഷം ഒരു 215 അല്ലെങ്കിൽ ഒരു 218 ആ ലെവലിൽ ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.